ശ്രീ ഉപേന്ദ്രനാരായൺ, ഇപ്പോൾ ഞാൻ ഇതിനാമുഖമായി പറഞ്ഞ ചില കണക്കുകളുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ 16-ാം തീയതിയാണ് ഇന്ന് എത്തി നിൽക്കുന്നത്, ഡിസംബർ 16. ഇതിനിടയിൽ തന്നെ വലിയ അപകടങ്ങൾ സംഭവിക്കുകയും കൂട്ടായി ചില ജീവനുകൾ നഷ്ടമായതുമായി ബന്ധപ്പെട്ട കണക്കുകൾ തന്നെ 14 എണ്ണം. അതിനുശേഷം ഒറ്റപ്പെട്ട അപകടങ്ങൾ എത്രയോ നമ്മൾ ചെറിയ അപകടങ്ങൾ എന്ന് കാറ്റഗറിയിൽപ്പെടുത്തി മാറ്റി നിർത്തുന്നതും എല്ലാം കൂടി ചേർത്തിട്ട് വലിയ തോതിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, ആഴ്ചകളായി നമ്മൾ വാഹന അപകടങ്ങളുടെ തുടർ കഥകൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കേരളത്തിൽ തുടർച്ചയായി ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംബന്ധിച്ച വാർത്തകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നടുക്കുന്ന സംഭവങ്ങൾ, ദുരന്തങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്? ഇതിനൊരു പൊതുവായ കാരണത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുമോ, ശ്രീ ഉപേന്ദ്രനാരായണൻ? തീർച്ചയായിട്ടും. കാരണം എല്ലാ രാജ്യങ്ങളിലും എല്ലാ സ്റ്റേറ്റുകളിലും റോഡുകളുണ്ട്, വാഹനങ്ങളുണ്ട്, റോഡ് സേഫ്റ്റി ഉണ്ട്, റോഡ് അപകടങ്ങളുമുണ്ട്. കേരളത്തിലെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ വെറ്റ് ഹൈവേസാ. അതായത് ഒരു കൊല്ലം 6-7 മാസവും നനഞ്ഞ മഴ പെയ്യുന്ന ഒരു ഹൈവേ സിസ്റ്റമാണ് നമുക്ക് ഉള്ളത്. അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. പിന്നത്തെ ഒരു സിസ്റ്റം ഫെയിലിയർ എന്ന് പറയുന്നത് നമുക്കൊരു പ്രിവെൻഷൻ സ്ട്രാറ്റജി ഡിസൈൻ ചെയ്തിട്ടില്ല. ഇപ്പൊ റോഡ് ആക്സിഡന്റ് പ്രിവെന്റ് ചെയ്യാനായിട്ട് ലോകത്തെല്ലാം തന്നെ എൻഫോഴ്സ്മെന്റ് ആണ് ഏറ്റവും മുന്തിയ പങ്ക് ഉള്ളത്. എന്ന് വെച്ചാൽ പോലീസ് ഉദ്യോഗസ്ഥന്മാര് അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അവരുടെ വാഹന പരിശോധന അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ട്രാഫിക് റെഗുലേറ്റ് ചെയ്യുക, ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്യുക, പുക മലിനീകരണം, പിന്നെ ഡ്രൈവറുടെ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ലിക്കർ, ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സമ്പ്രദായത്തിലൂടെയാണ് നമ്മൾ അപകടം കുറയ്ക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോഴത്തെ ഈ സ്ഥിതിയിലൊന്നും അത് തടയാൻ പറ്റില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അവിടെയാണ് എന്നെ മാതിരിയുള്ള സന്നദ്ധ പ്രവർത്തകരുടെ ആവശ്യം, എക്സ്പെർട്ടീസ് നേടിയിട്ടുള്ളവരുടെ ആവശ്യം. കാര്യം നമുക്ക് എൻഫോഴ്സ്മെന്റ് മാത്രം കൊണ്ട് കുറയ്ക്കണമെങ്കിൽ നമുക്ക് പരിമിതികളുണ്ട്. ഇപ്പൊ തന്നെ വാഹനങ്ങൾ, എൻഫോഴ്സ്മെന്റ് വാഹനങ്ങൾക്ക് ഫ്യൂവൽ ഇല്ല, വേണ്ടത്ര പോലീസിന് സ്ട്രെങ്ത് ഇല്ല, അങ്ങനെ പല പല പരാധീനതകൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. അപ്പൊ ഈ ശബരിമല സീസൺ ആയിട്ട് പോലും വേണ്ടത്ര സ്ട്രെങ്ത് ഡിപ്ലോയ് ചെയ്യാൻ പോലീസിന് ഇല്ല എന്നുള്ളത് അറിയാമല്ലോ. അപ്പൊ അതിന്റെ ഷോർട്ടേജ് ഒരിക്കലും വരാൻ പാടില്ലാത്തതാണ്. കാര്യം വാഹനങ്ങളും സഞ്ചാരവും ഒക്കെ നമ്മുടെ റോഡിലൂടെ 24 മണിക്കൂർ പോകും. അതിനകത്ത് ഉറക്കം വന്ന് ഓടിക്കുന്നവരുണ്ട്, മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവരുണ്ട്, ഓവർലോഡ് ചെയ്ത് വണ്ടി ഓടിക്കുന്നവരുണ്ട്, മനഃപൂർവ്വം വണ്ടി കയറ്റി കൊല്ലുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പലതരം വെറൈറ്റി ഓഫ് കേസസ് ആണ് ഈ ദിവസങ്ങളിലൊക്കെ കണ്ടത്. അപ്പൊ ഇതിന് ഒരു റീസൺ ഉണ്ട്. എന്താണ് റീസൺ? ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ ഹൈവേ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ട്. അത് ശരിയാക്കേണ്ട ഉത്തരവാദിത്തം ഹൈവേയുടെ ഉടമസ്ഥന്മാരായ ദേശീയപാത അതോറിറ്റി ആണ്. പിന്നെ നമ്മുടെ സ്റ്റേറ്റിന്റെ PWD റോഡ്സ് ഉണ്ട്, സ്റ്റേറ്റ് ഹൈവേസ് ഉണ്ട്. അതിന്റെ ഉത്തരവാദിത്വം അതിന്റെ കൺസേൺഡ് എഞ്ചിനീയർമാർക്കാണ്. രണ്ടാമത്തത് വാഹന ഇഷ്യൂസ് ഉണ്ട്, വെഹിക്കിൾസിന്റെ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അത് MVD ചെക്ക് ചെയ്യേണ്ടത്. ബ്രേക്ക് ലൈറ്റ് ഇല്ല, പാർക്ക് ലൈറ്റ് ഇല്ല, ഓവർ സ്പീഡിൽ പോകുന്നുണ്ട്, മൊട്ടയായ ടയർ, അങ്ങനെയുള്ള വെഹിക്കിൾ റിലേറ്റഡ് ഇഷ്യൂസ് ചെയ്യേണ്ടത് MVD ആണ്. പോലീസിന്റെ പങ്ക് അതിനകത്ത് കുറവാണ്. മൂന്നാമത്തെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഡ്രൈവർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ്. ഇപ്പൊ നമുക്ക് വലപ്പാട് ആക്സിഡന്റിൽ 5 നിരപരാധികളുടെ ദേഹത്തൂടെ വണ്ടി കയറി, അത് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ലിക്കർ ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെഡിക്കൽ സ്റ്റുഡൻസ് വണ്ടി ഓടിച്ചു. അതിനകത്ത് സത്യം പറഞ്ഞാൽ കേൾക്കാം, പറഞ്ഞോളൂ. അതിനകത്ത് സത്യം പറഞ്ഞാൽ അതും ഡ്രൈവർ റിലേറ്റഡ് ഇഷ്യൂ ആണ്. മദ്യപിച്ചിട്ടില്ല, അതിനകത്ത് എൻഫോഴ്സ്മെന്റിനൊന്നും ചെയ്യാനില്ല. അത് ഡ്രൈവറുടെ പ്യൂർ ആയിട്ട് ഡ്രൈവർ റിലേറ്റഡ് ഇഷ്യൂ ആണ്. അയാൾ ഒരു എക്സ്പെർട്ട് ഡ്രൈവർ അല്ലായിരുന്നു, ഓവർലോഡർ ആയിരുന്നു, അതൊക്കെ നമുക്കറിയാം. അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ പാലക്കാടുണ്ടായ കുഞ്ഞുങ്ങളുടെ അപകടം, 4 പെൺകുട്ടികൾ മരിച്ചു. അതിനകത്ത് ഡ്രൈവർ റിലേറ്റഡ് ഇഷ്യൂ ആണ്. കാര്യം ആ ഡ്രൈവർ, വേറൊരു ഡ്രൈവർ വണ്ടി ഫോൺ ചെയ്ത് വന്നു എന്നാണ് ഞാൻ കേട്ടത്. മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഒരു കൈ കൊണ്ട് സ്റ്റിയർ ചെയ്തപ്പോൾ റിയർ എൻഡ് ഓവർഹാങ് വന്നിട്ട് എതിരെ വന്ന വണ്ടിയെ പോയി ഇടിച്ചിട്ട് അത് മറിയുകയാണ് ചെയ്തത്. അപ്പൊ അത് ഡ്രൈവർ റിലേറ്റഡ് ഇഷ്യൂ ആണ്. അതിന് പരിഹാരം വേണം. പിന്നെ ഇപ്പം തന്നെ പാലായിൽ വട്ടിക്കോൾ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ 4 പേര്, അച്ഛന്മാർ 2 കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ മരിച്ചത് ഡ്രൈവർ ഉറങ്ങിപ്പോയി എന്നുള്ള ഒരു വിഷയമാണ്. അതാണ് നമ്മൾ കാണിക്കുന്നത്. അതും ഡ്രൈവർ റിലേറ്റഡ് ഇഷ്യൂ ആണ്. അപ്പൊ നമ്മൾ കാണുന്ന ഇഷ്യൂസ് ഡ്രൈവർ റിലേറ്റഡ് ഇഷ്യൂസ് ആണ് കേരളത്തിൽ 60% തൊട്ട് 80% വരെ റോഡ് ആക്സിഡൻസ് ഉണ്ടാക്കുന്നത്. അതിനാൽ സർക്കാരിന്റെ പങ്ക് കുറവാണ്, മറ്റ് ഏജൻസികളുടെ പങ്ക് കുറവാണ്.
അവരെ നമ്മൾ മര്യാദയ്ക്ക് നടത്തണമെങ്കിൽ നല്ല എൻഫോഴ്സ്മെന്റ് വേണം. ഒരു അവബോധത്തിന്റെ പ്രശ്നം, ഒരു ബോധവൽക്കരണത്തിന്റെ പ്രശ്നം കാര്യമായി, പ്രത്യേകിച്ച് ഇപ്പോഴും നമ്മൾ ഈ റോഡ് നിയമങ്ങൾ അത്രയും കർശനമായി പാലിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് തുടർച്ചയായി പറയുമ്പോഴും ഈ ഡ്രൈവർമാർക്ക് ബോധവൽക്കരണം ഇല്ലായ്മയുടെ ഒരു വലിയ പ്രശ്നം ഇപ്പോൾ സംഭവിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. കാര്യം നമ്മളുടെ റോഡുകളൊക്കെ ആഗോള നിലവാരത്തിലുള്ളതായി കഴിഞ്ഞു. പിന്നെ നമ്മുടെ വാഹനങ്ങൾ ഇപ്പൊ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന അതേ വാഹനം തന്നെയാണ് വിദേശ രാജ്യങ്ങളിലേക്കും വിറ്റഴിക്കുന്നത്. അപ്പൊ അതിനും ഒരു ഇന്റർനാഷണൽ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്, ആ ക്വാളിറ്റി നിലവാരങ്ങളുണ്ട്. പിന്നെ പുതിയ ഓട്ടോമൊബൈൽ എല്ലാം തന്നെ അഡ്വാൻസ്ഡ് സ്പെസിഫിക്കേഷൻസ് ഉണ്ട്, ലൈക്ക് എയർ ബാഗ്, EBD, ഡിസ്ക് ബ്രേക്സ്, ABS, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ വണ്ടികൾ വരുന്നത്. അപ്പൊ സാധാരണ ഒരു ആക്സിഡന്റ് പറ്റിയാൽ തന്നെ അതിനകത്ത് ഒക്യുപ്പൻസിന് ഒരു അപകടവും ഒരു ഇഞ്ചുറിയും വരാതെ കാത്തു സൂക്ഷിക്കാനാണ് വാഹന നിർമ്മാതാക്കൾ ശ്രമിക്കുന്നത്. പക്ഷേ നമ്മുടെ ഡ്രൈവിംഗ് പരിശീലനം തൊട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് തൊട്ട്, ഡ്രൈവിംഗ് ഒരു ഒരു ഈസി ജോലിയാണ്. ഉത്തരവാദിത്തമില്ലാത്ത ഡ്രൈവിംഗ് ചെയ്യുക, സ്വന്തം ജീവന് വില കൽപ്പിക്കാതെ പോവുക, മത്സര ബുദ്ധി കാണിക്കുക, ആരെയും വണ്ടി ഇടിച്ചു കൊല്ലാമെന്നുള്ള രീതിയിലേക്ക് വാഹനങ്ങൾ മാറുമ്പോൾ അത് കർശനമായ എൻഫോഴ്സ്മെന്റിൽ കൂടെ മാത്രമേ, പോലീസിനെ കണ്ടാൽ കുറ്റവാളിയായ ഒരു ഡ്രൈവർ പേടിക്കണം. ആ നിലയിലായിരുന്നു കേരളം. കാര്യം ഞാൻ ഈ ഹൈവേ പോലീസിനെ 2003 തൊട്ട് 2018 വരെ ട്രെയിനിങ് കൊടുത്ത ആളാണ്. ഹൈവേ പോലീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ ഈ മാതിരി നിയമലംഘകർക്ക് ഒരു പേടിയായി. അങ്ങനെ നമുക്ക് കൂച്ചുവിലങ്ങ് ഇടാൻ പറ്റി. ഇപ്പോ ഒരുപാട് പരാധീനതകൾ പോലീസിന് വന്നു. പോലീസിന് വേണ്ടത്ര, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഇതിന് പോലീസിന് വേണ്ടത്ര ഫണ്ട് കൊടുക്കുന്നില്ല. മുമ്പ് ഞാൻ 1998 മുതൽ സംസ്ഥാന സർക്കാരിന്റെ റോഡ് സേഫ്റ്റി കൗൺസിലിന്റെ മെമ്പറായിരുന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ട EK നായനാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഈ ശബരിമല സീസൺ തുടങ്ങുമ്പോൾ തന്നെ 2 കോടി രൂപ പോലീസിന് മാത്രമായിട്ട് ഒരു സ്പെഷ്യൽ ഹെഡ് ഓഫ് അക്കൗണ്ട് തുടങ്ങി കൊടുക്കുമായിരുന്നു. എന്തിനാന്ന് വെച്ചാൽ പോലീസിന് ഫണ്ട് വേണം, സൈൻ ബോർഡ് വെക്കണം, കോൺ വെക്കണം, അങ്ങനെ പല പല അറേഞ്ച്മെന്റ്സിന്. ഇപ്പോ ആ ഫണ്ട് കൊടുക്കുന്നില്ല. മാത്രമല്ല വളരെ ദയനീയ അവസ്ഥയിലാണ് ഈ നമ്മുടെ ട്രാഫിക് സിസ്റ്റം പോകുന്നത്. പിന്നെ ട്രാഫിക് ജോലി ചെയ്യുന്ന ഓഫീസർമാരൊക്കെ തന്നെ, SIമാരൊക്കെ തന്നെ ഈ പറഞ്ഞ പോലീസ് കോൺസ്റ്റബിളിൽ നിന്ന് പ്രൊമോട്ട് ചെയ്തവരാണ്. ഡയറക്റ്റ് SIമാരെയാണ് സത്യത്തിൽ വേണ്ടത്. കാര്യം നമ്മുടെ ഇപ്പോ മരണനിരക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു യുദ്ധസമാനമായ ഒരു സാഹചര്യമാണ് റോഡിൽ ഉണ്ടാകുന്നത്. അതിനെ പിടിച്ചു നിർത്തണമെങ്കിൽ ശക്തമായ പോലീസിങ് വരണം. അത് ഡയറക്റ്റ് ഇപ്പൊ KPI നിന്നും മറ്റും പരിശീലനം ലഭിച്ച് വരുന്ന ഡയറക്റ്റ് SIമാർക്കാണ് കുറെ കൂടെ കർക്കശമായിട്ട് നിയമം നടപ്പിലാക്കാൻ സാധിക്കുന്നത്. ഈ താങ്കളിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇപ്പോൾ അവസാനമായി നടന്ന കരിമ്പയിലെ അപകടം, 4 പെൺകുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട അപകടത്തിൽ ഈ നാട്ടുകാരുടെ പ്രതികരണം വന്നപ്പോൾ ആദ്യം കേട്ട ഒരു കാര്യമാണ്. വളരെ മിനുസമായ റോഡാണ്, അവിടെ ഒരുപാട് ശാസ്ത്രീയമായ പ്രശ്നങ്ങൾ, നിരന്തരമായ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെയും നിരവധി തവണ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പോലും അവിടെ ഈ റോഡ് മിനുസപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയം വരുന്നു. മറ്റൊന്ന് ഈ കാലാവസ്ഥ അടിക്കടി ഉണ്ടാകുന്ന ഈ മഴയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, റോഡിൽ നിന്ന് വാഹനങ്ങൾ തെന്നി മാറുന്ന പശ്ചാത്തലമൊക്കെയുമുണ്ട്. അപ്പോൾ അവിടെ ഈ ഗ്രിപ്പ് അടക്കമുള്ള കൂടുതൽ ശാസ്ത്രീയമായ കാര്യങ്ങൾ അവലംബിക്കേണ്ടതുണ്ട് എന്നത് പലകുറി ബോധ്യപ്പെടുത്തിയതാണ് ദേശീയപാത അതോറിറ്റി എന്നതും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. പക്ഷേ അതൊരു 6 മാസം കൊണ്ട് കാലപ്പഴക്കത്താൽ അത് തേഞ്ഞു പോകുന്ന ഒരു സന്ദർഭവും സാഹചര്യവും ആയിരുന്നു എന്നുമാണ് നമ്മൾ മനസ്സിലാക്കിയത് അന്നത്തെ പ്രതികരണങ്ങളിൽ നിന്ന്. അപ്പോൾ തുടർച്ചയായി ഇങ്ങനെ റോഡ് പണികൾക്ക് ശേഷമുള്ള ഒരു വിലയിരുത്തൽ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഗ്രിപ്പ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇത്ര കൃത്യമായ ഇടവേളകളിൽ അത് ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അലംഭാവം, അതൊക്കെയും ഈ റോഡ് അപകടങ്ങൾക്ക് വർദ്ധിച്ച കാരണമാകുന്നുണ്ടോ? വളരെ ശരിയായിട്ടാണ് താങ്കൾ സംസാരിച്ചത്. കാരണം ഈ ഹൈവേ വേൾഡ് സ്റ്റാൻഡേർഡിലേക്ക് മാറ്റിയപ്പോൾ BM and AC, ബിറ്റുമിനിസ് മെക്കാഡം ആൻഡ് ആസ്ഫാൾട്ട് കോൺക്രീറ്റ്, അല്ലെങ്കിൽ BM and MC, ബിറ്റുമിനിസ് മെക്കാഡം ആൻഡ് മെക്കാഡം കോൺക്രീറ്റ്, ഈ 2 ടൈപ്പ് ഓഫ് ഹൈവേസ് വരുമ്പോൾ ഉപരിതലം നമ്മുടെ കണ്ണാടി മാതിരി മിനുസമായിരിക്കും. അപ്പൊ അതിന് റൈഡ് കംഫർട്ട് കൂടും. അതിൽ അത്തരം റോഡിലൂടെ ഓടുമ്പോൾ നമുക്ക് യാതൊരു കുലുക്കവും അനക്കവുമില്ല. പെട്ടെന്ന് ആക്സിലറേഷൻ ആകും, ടോപ്പ് സ്പീഡിൽ പെട്ടെന്ന് എത്തും. അതേസമയം ഈ വെറ്റ് കണ്ടീഷനിൽ ബ്രേക്കിംഗ് എഫിഷ്യൻസി കുറയും, സ്കിഡിങ് സ്കോപ്പ് കൂടുതലാണ്. അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ട്. അത് സത്യം പറഞ്ഞാൽ ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസിന്റെ കോഡ് ഓഫ് പ്രാക്ടീസ് അനുസരിച്ച് ഓൾ ഓവർ ഇന്ത്യയിൽ ഒരേ ഒരു സ്പെസിഫിക്കേഷനേ ഉള്ളൂ.
കേരളം മാതിരി മഴ പെയ്യുന്ന വെറ്റ് റോഡിലേക്ക് ഈ പറഞ്ഞ BM&T MC-യും അല്ലെ BM&T AC-യും ഒന്നും തന്നെ ഒരു പരിഹാരമല്ല. അത് വേനൽക്കാലത്ത് ഡ്രൈ ആയിട്ടിരിക്കുമ്പം പെർഫെക്റ്റ് ആണ്, എല്ലാം ശരിയാണ്. പക്ഷെ വെറ്റ് മഴ കൂടുതൽ കിട്ടുന്ന കേരളം, ഗോവ, കർണാടക, മഹാരാഷ്ട്രയുടെ ഒക്കെ ചില ഭാഗങ്ങളൊക്കെ തന്നെ ഈ വെറ്റ് കണ്ടീഷൻസിലേക്ക് ആക്സിഡന്റ് കൂടും. പിന്നെ കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കൊരു സ്പെഷ്യൽ കോഡ് ഓഫ് പ്രാക്ടീസ് IRC ഉണ്ടാക്കിയേ മതിയാവും. അപ്പൊ ഞാൻ നേരത്തെ IRCയുടെ ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസിന്റെ മെമ്പറായിരുന്നു. ആ സമയത്ത് 2000 ഈ കൊച്ചിയിൽ വെച്ച് നടന്ന സെമിനാറിൽ ഞാനത് ആവശ്യപ്പെട്ടതും ടെക്നിക്കൽ പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്തതുമാണ്. അതായത് നമ്മൾ വെറ്റ് റോഡ് കണ്ടീഷനുള്ള കൂടുതൽ 6 മാസത്തിൽ കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലത്ത് വാഹന അപകടങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോ ദേശീയപാത പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പുതുതായിട്ട് പണിയുന്നുണ്ടല്ലോ, അവിടെയും ഈ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ആക്സിഡന്റുള്ള സാധ്യതകൾ കൂടുതലാണ്.